അയ്യങ്കാളി ജയന്തി ആചരിക്കുമ്പോഴും സിനിമാ മേഖലയിൽ ജാതി വിവേചനമുണ്ടെന്ന് പണ്ട് നടൻ തിലകനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു സന്ദേശം. സിനിമാ മേഖലയിൽ മാത്രമല്ല പല മേഖലകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ജാതി വിവേചനം? ഉണ്ട് എന്നാണ് പലയിടത്തു നിന്നും മുഴങ്ങി കേൾക്കുന്നതും. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് പട്ടികജാതി സമൂഹത്തിന് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ ആശയം തന്നെ ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. രണ്ടാം മോദി സർക്കാർ ഇൻ്റർകാസ്റ്റ് മാരേജിനെ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കണം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഭിന്നിപ്പുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമായിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ആശയമെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 35 വർഷമായിട്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്ക് ഇന്നേ വരെ ജാതിയുടേതായിട്ടുള്ളൊരു വിവേചനം എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുമാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും അർഹമായിട്ടുള്ള പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം 2012 കൊടകരയിൽ, എൻ്റെ നാട് കൊടകരയാണ്. അവിടെ കൈമുക്കുമല, ആ കൈമുക്കുമല നടന്ന സാഗ്നിക അതിരാത്രമുണ്ട്. ആ അതിരാത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകർ ഒരാളായിരുന്നു ഞാൻ. ആ അതിരാത്രത്തിന് പൂർണ്ണമായിട്ട് അതിൻ്റെ ആലോചനാ യോഗം മുതൽ അവസാന യോഗം വരെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി പങ്കെടുത്തുകൊണ്ട് അവിടെ പങ്കാളിയായ മുഖ്യ സംഘാടകനായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ജാതീയമായിട്ടുള്ള ഒരു വിവേചനം എവിടെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ആ രീതിയിൽ, കാരണം ഒന്ന്, ഇതിലെന്താ വിഷയമെന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിനോട് കാണിക്കുന്ന പ്രതിബദ്ധത, നമ്മൾ സമൂഹത്തിനോട് കാണിക്കുന്ന രീതി, നമ്മൾ സമൂഹത്തിനോട് കാണിക്കുന്ന പ്രവൃത്തി, ഈ പ്രവൃത്തികളാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അർഹതയും അംഗീകാരവും എല്ലാം നൽകുന്നത്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് കേരളമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിനേക്കാളും കൂടുതൽ ജാതീയമായിട്ടുള്ള വേർതിരിവ് കാണിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ പൊതുവെ ആ കാര്യത്തിൽ പിന്നെ പല ആളുകളും ചില സാഹചര്യങ്ങളിൽ ജാതിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ടൊരു സംശയം കൂടി ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പല തലങ്ങളിലും ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. പക്ഷെ കേരളത്തിൽ അത് ഇല്ല എന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതിരഹിതമായിട്ടുള്ള ഒരു സമൂഹം, ആ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ളത്.